ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ട്രിവാൻഡ്രം സ്റ്റൈലിലൊരു മീൻ കറിയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർ വിചാരിക്കും നമുക്കറിയാലോ പിന്നെ എന്തിനാണ് അവൾ ഇട്ടതെന്ന്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, കോഴിക്കോട്, മലപ്പുറം, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ കൂടി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരുന്ന് ഇടുന്നത്. അതുകൊണ്ട് ഞാനിത് അത് ഉണ്ടാക്കി കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാം എൻ്റെ ചാനൽ വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഞാൻ മീനെല്ലാം കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് അയല മീനാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് മല്ലിപ്പൊടി എടുത്തു, കുറച്ച് കാശ്മീരി മിർച്ചി രണ്ടും കൂടെ നല്ലോണം ഫ്രൈ ആക്കി, കുറച്ച് നല്ല ബ്രൗൺ കളർ ആവുന്നവരേക്കും ഒന്ന് ഫ്രൈ ആക്കണം. അധികം കറുത്തു പോകാനും പാടില്ല. കുറച്ച് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഈ ഒരു പരുവത്തിന് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കണം, അല്ലെങ്കിൽ കറുത്തു പോകും. തേങ്ങ, ഈ മസാലയും പിന്നെ 3 കഷ്ണം ചെറിയ ഉള്ളി, ഇത്രയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ട് മസാല ഇതിലോട്ട് ഒഴിക്കുക. ഞാൻ ഓൾറെഡി കുറച്ച് പുളി കുറച്ചെടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം മിക്സിയുടെ ജാറിലിരിക്കുന്നതും എല്ലാം എടുക്കുക. ഇനി ഞാൻ അടുത്തിടാൻ പോകുന്നത് കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, പുളി നല്ല കലക്കിയിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. പുളി കൂടെ വെച്ച് അരച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഇടുന്നത് കുറച്ച് ടൊമാറ്റോ, കുറച്ച് മുരിങ്ങക്കായ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറച്ചുകൂടെ വെള്ളം വേണം. മീനിൻ്റെ മേളിൽ നിൽക്കുന്നവരേക്കും വെള്ളം വേണം. ഒന്ന് നല്ല കലക്കി, ഒരുപാട് കലക്കാനും പാടില്ല, എങ്കിൽ പീസ് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അത് നല്ല തിളപ്പിക്കണം. എന്നിട്ട് കുറച്ച് ഉലുവ, അത് ചിലർ പൊടിച്ച് വയ്ക്കും. പക്ഷെ പൊടിച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ മണം അങ്ങ് പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് വറുത്ത് വയ്ക്കും. ആവശ്യമുള്ളപ്പോൾ മാത്രം പൊടിച്ചതിൽ കൂടെ ചേർക്കുകയാണ് പതിവ്. ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നോക്കാം. ഇതിപ്പോൾ ഒന്ന് നല്ല തിളച്ചു, ഒന്ന് കുറുകി അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എണ്ണ ശകലം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു സ്പൂണാണ് ഒഴിക്കുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ മേളിലോട്ട് അങ്ങനെ വയ്ക്കാം. ആദ്യം കറിവേപ്പില ചേർത്തിട്ടുണ്ട്, എന്നാൽ എക്സ്ട്രാ കുറച്ചുകൂടെ ചേർത്താൽ ഇനിയും ടേസ്റ്റാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മൂടി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, പരിപാടി വേഗം കഴിയും. ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇതായതിന് ശേഷം, കറിവേപ്പില ഒന്ന് വാടിയതിന് ശേഷം ഓഫ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും എൻ്റെ മീൻകറി കണ്ടല്ലോ. ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാനിതൊരു ഫസ്റ്റ് ഒരു തുടക്കമാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും അഭിപ്രായം അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.